ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾക്ക് കിട്ടുന്ന തീർത്ഥവും പ്രസാദവും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രസാദം എങ്ങനെ അനുഭവിക്കണം? ബാക്കി വന്നത് എന്തു ചെയ്യണം? അശുദ്ധിയുള്ള സ്ഥലങ്ങളിലോ പാത്രങ്ങളിലോ പ്രസാദം വയ്ക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത്. പ്രസാദം എത്ര പഴക്കം ചെന്നാലും അതിന് പ്രാധാന്യമുണ്ട്. ഈശ്വരാരാധനാ വേളയിൽ യാതൊരു മന്ത്രാർച്ചനയും കൂടാതെ വെറുതെ കുറച്ചു പൂക്കൾ പൂജാബിംബത്തിൽ തൊട്ടുകിടന്നാലും അതിന് ചൈതന്യം ഉണ്ടാകും എന്നാണ് സങ്കല്പം. തീർത്ഥം, കോമാസമ്പാദം, ഭസ്മം, ചന്ദനാദിലേപന ദ്രവ്യങ്ങൾ, ചരട്, പട്ട്, മാല, നിവേദ്യം എന്നിവയെല്ലാം തന്നെ പ്രസാദമാണ്. ദേവതാസങ്കല്പം, ക്ഷേത്രാചാരങ്ങൾ, ദേശാചാരം എന്നിവയനുസരിച്ച് പ്രസാദങ്ങൾ വ്യത്യസ്തമാകാം. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത് ദർശനം കഴിഞ്ഞാൽ പ്രസാദം സ്വീകരിക്കാം. തീർത്ഥം വലത് കൈയിൽ വാങ്ങി ചുണ്ടിൽ തൊടാതെ കുടിക്കുകയും അല്പം തീർത്ഥം ശിരസിൽ തൊടിക്കുകയും ചെയ്യുകയാണ് ഉത്തമം. ചുണ്ടിൽ തൊട്ട് തീർത്ഥം കുടിച്ചാൽ കയ്യിലുള്ള തീർത്ഥം എച്ചിലാകും എന്ന് പറയപ്പെടുന്നു. തീർത്ഥം താഴെയോ ക്ഷേത്രമുറ്റത്തോ വീഴാൻ പാടില്ല. തലയിൽ തീർത്ഥം തൊടുമ്പോൾ മറ്റുള്ളവരുടെ ദേഹത്ത് വീഴാതെ ശ്രദ്ധിക്കണം. തീർത്ഥം തൊട്ടതിന് ശേഷം പിന്നീട് ചന്ദനവും പൂവും വാങ്ങാം. ചന്ദനം തൊടുകയും പൂവ് ചൂടുകയും വേണം. ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ചന്ദനവും പൂവും ക്ഷേത്രമുറ്റത്ത് വലിച്ചെറിയുകയോ ഭിത്തിയിൽ തേക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് ക്ഷേത്ര ചൈതന്യത്തിന് ദോഷം വരുത്തും. ക്ഷേത്രപൂജയ്ക്കാവശ്യമായ പൂക്കൾ, മാല, എണ്ണ, കർപ്പൂരം, തേങ്ങ ഇവയെല്ലാം ശുദ്ധമായി മാത്രമേ സമർപ്പിക്കാവൂ. അശുദ്ധമായ ദ്രവ്യങ്ങൾ ക്ഷേത്രത്തിൽ കൊടുക്കുന്നതിലൂടെ കൊടുക്കുന്ന വ്യക്തി പുണ്യമല്ല ദുരിതമാണ് നേടുന്നത്. ഈ അശുദ്ധി ക്ഷേത്ര ചൈതന്യം കുറയാനും ഇടവരുത്തും. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഭക്തരുടെ കൂടെ കടമയാണ്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം ഉപയോഗം കഴിഞ്ഞ് ബാക്കി വരുന്നവ ഭക്തിയോടുകൂടി ഭവനത്തിൽ കൊണ്ടുവന്ന് ശുദ്ധിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കണം. പ്രസാദമായി കിട്ടുന്ന പൂക്കൾ ധരിക്കാം. അധികമുള്ളവ ഭവനത്തിൽ തന്നെ മുറ്റത്തോ പറമ്പിലോ കുഴിച്ചിടാം. അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ച് ഒഴുക്കുള്ള ജലാശയത്തിൽ കളയാം. ഭസ്മം, ചന്ദനം, കുങ്കുമം, മഞ്ഞൾ ഇവ പാത്രത്തിലാക്കി നിത്യവും കുളി കഴിഞ്ഞ് തൊടാം. താമസിക്കുന്ന സ്ഥലത്ത് പൂജാ സാധനങ്ങൾ കുഴിച്ചിടുന്നത് ആ മണ്ണിന് അളവറ്റ ഐശ്വര്യം നൽകുമെന്ന് വിശ്വാസം. നിവേദ്യ പ്രസാദം ഭക്തിയോടുകൂടി കഴിക്കുകയും കൂടുതൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണം. പ്രസാദം വീട്ടിലെ ഭക്ഷണ സാധനങ്ങളോടൊപ്പം കളയുന്നത് ദോഷമാണ്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളോടുകൂടി നടത്തുന്ന കലശത്തിൻ്റെ തീർത്ഥം ഏതൊരു മൂർത്തിയുടെയും പ്രധാന പ്രസാദമാണ്. ഈ തീർത്ഥം സേവിക്കുകയും ഭവനത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം.